ഏവർക്കും സ്വാഗതം. നോമ്പുകാല ചിന്തകളുടെ 12ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പും മറഞ്ഞിരിക്കുന്ന നിധിയും എന്ന ചിന്തയാണ് നമ്മുടെ പരിഗണനയ്ക്കായി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആശയങ്ങൾ ആത്മീയമായി കാതലായ ഭാഗങ്ങളാണ് എങ്കിലും അവയൊന്നും നോമ്പ് ആചരണത്തോട് അനുബന്ധമായി പരാമർശിക്കപ്പെടാറില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരമ്പരയിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ആത്മീയ സത്യങ്ങളെ നോമ്പിനോടുള്ള ബന്ധത്തിൽ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുക മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. യേശു സ്വർഗരാജ്യത്തെ അല്ലെങ്കിൽ ദൈവരാജ്യത്തെ മറഞ്ഞിരിക്കുന്ന നിധിയോട് സാമ്യപ്പെടുത്തി ഒരു വലിയ ആത്മീയ സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നത് മത്തായിയുടെ സുവിശേഷം 13ാം അധ്യായം വായിച്ചിട്ടുള്ളവർക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. സ്വർഗരാജ്യം മറഞ്ഞിരിക്കുന്ന നിധിയോട് സദൃശം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടത് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ഈ ലോക അവസ്ഥയിൽ അവഗണിച്ചുകൂടാത്ത ഒരു വലിയ വിരോധാഭാസം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് തിരിച്ചറിയുകയും അതിന് അല്ലെങ്കിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഒരു പോംവഴി കണ്ടെത്തുകയും ചെയ്യുന്ന ശ്രമത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ അച്ചടക്കത്തിൻ്റെ അധ്വാനത്തിൻ്റെ പേരാണ് ആത്മീയത എന്നുള്ളത്. എന്നാൽ മതത്തിൽ ഈ പരിഗണന അല്പം പോലുമില്ല എന്ന് മാത്രവുമല്ല, മനുഷ്യൻ്റെ ഉള്ളിൽ അങ്ങനെ നിധിയൊന്നുമില്ല. മനുഷ്യൻ വെറും പാപിയാണ്. പാപിയായതുകൊണ്ട് അവന് യാതൊരു വിലയുമില്ല. പിന്നെ വല്ലതും വില ഉണ്ടാകണമെങ്കിൽ പുരോഹിതരാജങ്ങൾ പറയുന്നത് അതുപോലെയൊക്കെ പാലിച്ച് നിങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് മര്യാദയ്ക്ക് നിന്നാൽ ഒരു പക്ഷേ ഈ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെയോ നിങ്ങളുടെ കഴിവുകളുടെയോ ഒന്നും വില വേണ്ടതുപോലെ രുചിച്ചറിയുവാൻ നേടിയെടുക്കുവാൻ സാധ്യമല്ല. എന്നാൽ പരലോകത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് അല്പം ആശ്വാസം റിസർവ് ചെയ്തു തരാം, ബുക്ക് ചെയ്തു തരാം എന്നതിനപ്പുറത്ത് പോകാൻ മത കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് സാധ്യമല്ല. അത് ഞാൻ കൂടുതലായി വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നുമില്ല. എന്നാൽ അന്നത്തെ മത നേതാക്കന്മാരിൽ നിന്ന് തുലവും വ്യത്യസ്തമായി യേശുവിൻ്റെ ശ്രദ്ധയും മുൻഗണനയും മനുഷ്യർ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അവരുടെ അദമ്യമായ നിസ്സീമമായ അതിരില്ലാത്ത വില തിരിച്ചറിയുവാൻ കൂട്ടാക്കണമെന്നും, അങ്ങനെ കൂട്ടാക്കണമെങ്കിൽ അതിനുതകുന്ന വിധത്തിലുള്ള കാഴ്ചപ്പാടും ജീവിത രീതിയും ആത്മീകമായ ദർശനവും പ്രാപിക്കണം എന്നുള്ളതായിരുന്നു. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥ വളരെയധികം ഒഴിവാക്കപ്പെടേണ്ടതായ ദുരിതവും അപകർഷതാബോധവും അങ്കലാപ്പും നിറഞ്ഞിരിക്കുന്നു. ദൈവം മനുഷ്യനെ വിഭാവന ചെയ്ത അവസ്ഥയിലല്ല അവനിപ്പോൾ ആയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മനുഷ്യൻ ദൈവകൽപ്പിതമായ അവൻ്റെ വില തിരിച്ചറിയുന്നില്ല എന്നതാണ്. ഇത് ഒരു മതപരമായ പ്രശ്നമല്ല. ഇത് സർവലൗകികമായ മനുഷ്യൻ്റെ എക്കാലത്തെയും അവസ്ഥയാണ്. അവസ്ഥയിലെ മൂല്യച്യുതിയാണ്, അല്ലെങ്കിൽ അവസ്ഥയുടെ അരിഷ്ടതയാണ് എന്ന് തിരിച്ചറിയുക. ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ നോമ്പ് സംബന്ധമായ ചിന്തകളിൽ മതപരമായ താല്പര്യങ്ങളല്ല, സർവലൗകികമായ മനുഷ്യ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ദൂരീകരിക്കപ്പെടേണ്ട അനാസ്ഥകളും ദുരിതങ്ങളും തിരിച്ചറിയുകയും അവയിൽ നിന്ന് വ്യക്തികളും സമൂഹങ്ങളും രക്ഷപ്പെടുന്നതിന് എന്താണ് മാർഗം
എന്ന് അന്വേഷിക്കുകയുമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇത് മതപരമായ ഒരു പങ്ക്തിയല്ല, ഒരു സീരീസ് അല്ല. ഇത് ആത്മീയമായ അന്വേഷണത്തിൻ്റെ നാം സഹകരിച്ചുള്ള ഒരു യാത്രയാണ്, നാം സഹയാത്രികരാണ് എന്ന ആശയം ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. അപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും കൃത്യമായി നാം മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യരെ സൃഷ്ടിച്ച വിധത്തിൽ ദൈവം മനുഷ്യകുലത്തിൽപ്പെട്ട എല്ലാവർക്കും യാതൊരു വ്യത്യാസവുമില്ലാതെ അളവറ്റ, മനുഷ്യരാൽ നിശ്ചയിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള വിലയും സാധ്യതയും നൽകിയിട്ടുണ്ട്. യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരുത്തൻ സർവ്വലോകവും നേടിയിട്ട് അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? നാം ഒരിക്കലും മറന്നുകൂടാത്തൊരു ചോദ്യമാണ്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ഈ ലോകത്തിലെ എല്ലാ സമ്പത്തിനേക്കാളും കൂടുതൽ വിലയുണ്ട്. ദൈവ ദൃഷ്ടിയിൽ ഓരോ വ്യക്തിക്കുമുള്ള വില എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുവാൻ ഈ ഒരൊറ്റ പ്രസ്താവന മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതേ ഒരു അന്വേഷണത്തിൽ നാം വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, മനുഷ്യനെ സൃഷ്ടിക്കുന്ന വിധത്തിൽ ആദാമിനെ ഭൂമിയുടെ മണ്ണിൽ നിന്ന് രൂപം കൊടുത്ത ശേഷം ദൈവം അവനിൽ ശ്വാസം നിക്ഷേപിക്കുന്നതായി നാം കാണുന്നു. ദൈവത്തിൻ്റെ ശ്വാസമാണ് മനുഷ്യൻ്റെ ആത്മാവായി അവൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. അപ്പോൾ ന്യായമായും ഏവരും ചോദിക്കുവാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ദൈവത്തിൻ്റെ ശ്വാസമാണ്, ശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവൻ്റെ മർമ്മമാണ് ശ്വാസം. ജീവനില്ലെങ്കിൽ, ശ്വാസമില്ലെങ്കിൽ ജീവനില്ല. ജീവൻ ഉണ്ടാകണമെങ്കിൽ ശ്വാസം ഉണ്ടാകണം. അപ്പോൾ ജീവൻ്റെ എസെൻസ് ആണ് ശ്വാസം. അപ്പോൾ ദൈവം തൻ്റെ ജീവൻ്റെ എസെൻസ് മനുഷ്യന് നൽകിക്കൊണ്ടാണ് അവനെ ജീവിക്കുന്ന ദേഹിയാക്കിയത്. അപ്പോൾ മനുഷ്യൻ്റെ വില എന്താ എന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ ശരീരമല്ല, അവൻ്റെ ആത്മാവാണ്. ഈ ആശയം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, ഒരുത്തനെ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവന് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞാൽ അവന് യാതൊരു വിലയുമില്ല. ഒരു വ്യക്തി അവൻ്റെ ആത്മാവിനെ വേണ്ടതുപോലെ തിരിച്ചറിയുകയും വിലമതിക്കുകയും അതിനെ അതിൻ്റെ പരിശുദ്ധിയിൽ, അതിൻ്റെ മാഹാത്മ്യമായ അവസ്ഥയിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ അവൻ്റെ വ്യക്തിത്വത്തിന് സർവ്വലോകത്തിൻ്റെ വിലയേക്കാൾ കൂടുതൽ വിലയുണ്ടാകും എന്നതാണ് ആത്മീയതയുടെ കാതലായ വിശ്വാസ പ്രമാണം. എൻ്റെ അഭിപ്രായത്തിൽ മതത്തിന് പലവിധമായ വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ആത്മീയതയിൽ ഒറ്റ വിശ്വാസ പ്രമാണമേ ഉള്ളൂ. അതെന്താണ്? യഥാർത്ഥത്തിൽ മനുഷ്യനായി തീർന്നൊരു വ്യക്തിയുടെ വില ഈ സർവ്വലോകത്തിൻ്റെ വിലയേക്കാൾ കൂടുതലാണ് എന്നതാണ്. എന്നാൽ എത്ര പേർക്ക് ആ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യമേറിയ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ കഴിയുന്നുണ്ട് എന്നത് ഒരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തോട് ദൈവം ഇടപെടുന്ന ആ വഴിയാണ് ആത്മീയത എന്നുള്ളത്. ആ ആശയത്തോട് അനുബന്ധമായിട്ടായിരിക്കണം ഈ നോമ്പ് കാലവും അതിൻ്റേതായ അച്ചടക്കവും മനസ്സിലാക്കാൻ നാം ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് ഏവരോടും ഉണർത്തിക്കാനുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? ഇത്ര വലിയ വില ദൈവം തന്നെ നൽകി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ ആ വില എന്താണെന്ന് തിരിച്ചറിയുവാനോ അതിനനുസരിച്ച് തങ്ങളുടെ വ്യക്തിത്വത്തെയും ജീവിത രീതികളെയും ക്രമീകരിക്കുവാനോ അതിൽ സമാധാനവും സന്തോഷവും കണ്ടെത്തുവാനോ വ്യക്തികൾ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, അതാണ് ഓരോ വ്യക്തിയുടെയും വിലയുടെ ആധാരം എന്ന് പറയുമ്പോൾ ആളുകൾ ഇതിനെ പുച്ഛിച്ച് തള്ളുന്ന ഒരവസ്ഥ പ്രത്യേകിച്ച് ഈ കാലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. മനുഷ്യർ മൃഗങ്ങളെ പോലെ മാത്രമാണ്, അതുകൊണ്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ശാരീരികമായ ആവശ്യങ്ങൾ മാത്രമാണ് എന്ന് ഘോരഘോരം വാദിക്കുന്ന ആളുകൾക്ക് ഇന്ന് വളരെയധികം കയ്യടി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ
മനുഷ്യൻ്റെ ആത്മാവ് കൂടെയാണ് മനുഷ്യൻ്റെ വ്യക്തിത്വം പൂർണ്ണമാകണമെങ്കിൽ അവന് മനസ്സും ശരീരവും ആത്മാവും ഒന്നുപോലെ പ്രവർത്തിക്കുകയും ശരീരവും മനസ്സും ആത്മാവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ സമന്വയിക്കപ്പെടുമ്പോൾ മാത്രമേ ആരോഗ്യമുള്ള പൂർണ്ണതയുള്ള വ്യക്തിത്വം പ്രാപിപ്പാൻ മനുഷ്യന് സാധിക്കുകയുള്ളൂ എന്നും അപ്രകാരമുള്ള പൂർണ്ണതയുടെ വ്യക്തിത്വത്തിന് മാത്രമേ വില ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ എന്നും എന്ന് മാത്രവുമല്ല, ആ വില സർവ്വലോകത്തിൻ്റെയും വിലയേക്കാൾ കൂടുതലാണ് എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാടാണ് വിശ്വാസത്തിൻ്റെ, ആത്മീയതയുടെ വിശ്വാസ പ്രമാണമായി സുവിശേഷത്തിൻ്റെ, യേശുവിൻ്റെ പഠിപ്പീരുകളുടെയും പരിശുശ്രൂഷകളുടെയും ആകത്തുകയുടെ വെളിച്ചത്തിൽ നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ സൂചിപ്പിക്കുമ്പോൾ അത് വ്യക്തമാകും ഞാൻ കരുതുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ 10 കന്യകമാരുടെ ഉപമ അവിടെ പറയുന്നുണ്ട്. അതിൽ 5 പേർ, 10 പേർക്കും വിളക്കുണ്ടായിരുന്നു. ആ 10 പേരിൽ 5 പേരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു, 5 പേരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു. മണവാളൻ വന്നപ്പോൾ വിളക്ക് കത്തിച്ച് വെളിച്ചം ഉണ്ടാകണമല്ലോ. ആ സമയത്ത് വിളക്ക് കത്തിക്കാൻ നോക്കിയപ്പോൾ 5 പേരുടെ വിളക്ക് കത്തുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ എണ്ണയില്ലായിരുന്നു. ഈ എണ്ണ എന്നത് ഉള്ളിലെ സമ്പത്താണ്, അത് ആത്മാവിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. അപ്പോൾ ഇതേ ആശയമാണ് യേശു പറയുന്നത്. സർവ്വലോകവും നേടിയിട്ട് അവൻ്റെ ആത്മാവിനെ ഇല്ലാതെ പോയാൽ അവന് യാതൊരു പ്രയോജനവുമില്ല. ഈ 10 കന്യകമാരുടെ ഉപമയിൽ 10 പേരും മണവാളൻ വരുന്നതിന് വേണ്ടി ഒരുപോലെ കാത്തിരുന്നവരാണ് എങ്കിലും അവരുടെ ഉള്ളിൽ വേണ്ടതില്ലാതിരുന്നത് കൊണ്ട് ബാഹ്യമായി നോക്കിയാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ആന്തരികമായി നോക്കുമ്പോൾ ഒന്നുമില്ല. അതുകൊണ്ട് അവർക്ക് അല്പം പോലും വിലയില്ലാത്തവരായി അവർ പുറന്തള്ളപ്പെട്ടു എന്ന് പറയുമ്പോൾ അതും ഞാൻ മുൻപ് ഉദ്ധരിച്ച ഭാഗവും ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സർവ്വലോകവും നേരിട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവിടെ ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ യാതൊരു വിലയുമില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നാം മനുഷ്യരാശിയുടെ ചരിത്രം പഠിക്കുമ്പോൾ മനുഷ്യരാശി ഒരിക്കലും മറക്കാത്ത ആളുകൾ ആരാണ്? അത് ആത്മീയമായി വളർച്ച പ്രാപിച്ചവരാണ്. ക്രിസ്തുവിന് മുൻപ് 600 വർഷങ്ങൾക്ക് മുമ്പ് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീ ബുദ്ധൻ ആർക്ക് മറക്കാൻ കഴിയും? അതുപോലെ തന്നെ ഗുരുനാനക് ആർക്ക് മറക്കാൻ കഴിയും? നബി തിരുമേനി ആർക്ക് മറക്കാൻ കഴിയും? അതുപോലെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീനാരായണ ഗുരു. അങ്ങനെയുള്ള മനുഷ്യരാശിക്ക് ആത്മീയമായ വെളിച്ചം പകരുവാൻ തക്ക വ്യക്തിത്വം പ്രാപിച്ച ആളുകൾ. ഇപ്പോൾ തമിഴ്നാടിൻ്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ രമണ മഹർഷി, അല്ലെങ്കിൽ കവികളുടെ ഇടയിൽ പോലും സന്ത് രവിദാസ്, കബീർ, അങ്ങനെയുള്ള ആളുകൾ, ഇവരെയൊന്നും നമുക്ക് മറക്കാൻ സാധ്യമല്ല. കാരണം അവർ മനുഷ്യരാശിയുടെ വെളിച്ചമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടായിട്ടോ രാഷ്ട്രീയമായ കസേര ഉണ്ടായിട്ടോ ആഡംബര ജീവിതം നടത്തിയിട്ടോ ഒന്നുമല്ല. അവരുടെ ഉള്ളിലെ ആത്മാവിനെ തിരിച്ചറിയുകയും അത് മനുഷ്യരാശിയുടെ വിളക്കായി വെളിച്ചമായി ശോഭിക്കണമെന്ന് തിരിച്ചറിയുകയും ചെയ്തതുകൊണ്ട് ആ അവസ്ഥയിൽ അവരുടെ ജീവിതം നയിച്ചതിൻ്റെ ഫലമായി അവരെല്ലാവരും മനുഷ്യരാശിയുടെ ആകമാനമായ അനുഗ്രഹമായി രൂപാന്തരപ്പെട്ടു. അവരുടെ അനുഗ്രഹം ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഇതിൻ്റെ ആന്തരികമായ സത്യം, ഒരിക്കലും അസ്തമിക്കാത്ത സത്യം. അപ്പോൾ ഈ ഒരവസ്ഥ മനുഷ്യനെ നഷ്ടപ്പെടുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യം പണ്ട് തൊട്ടേ മതചിന്തകന്മാരിൽ മാത്രമല്ല ദാർശനികന്മാരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. നിയോപ്ലറ്റോണിസം എന്ന ഫിലോസഫി, അതിലെ പ്രധാനപ്പെട്ട ചിന്തരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യൻ്റെ ആത്മാവ്, ദ സോൾ ഓഫ് എ ഹ്യൂമൻ ബീങ്, അതിൻ്റെ ഉറവിടം ദൈവമാണ്, സംശയമില്ല. ഇത് ക്രിസ്തുവിന് 200-250 വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് മനസ്സിലാക്കണം. നിയോപ്ലറ്റോണിസത്തിലുള്ള പല ആശയങ്ങളും യേശുവിൻ്റെ ആശയങ്ങളോട് വളരെ 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 അടുത്ത് നിൽക്കുന്നു എന്നത് അത്ഭുതത്തോടു കൂടെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസം എന്തായിരുന്നു? എല്ലാ വ്യക്തികളുടെയും ആത്മാവിൻ്റെ ഉറവിടം ദൈവമാണ്. ദൈവത്തിന് അവർ കൊടുത്ത പേര് ദൈവമെന്നല്ല, ദി വൺ,
ഏകൻ, അത് ഹിന്ദുമതത്തിലും ഉണ്ടല്ലോ. ഏകദൈവ സങ്കല്പം, ബ്രഹ്മം മാത്രമാണ്, ബ്രഹ്മാവ് മാത്രമാണ്, ബ്രഹ്മം മാത്രമാണ് യാഥാർത്ഥ്യം, ബാക്കിയെല്ലാം മായയാണ്. ഈ മായ അതിൻ്റെ കാലം കഴിയുമ്പോൾ ഈ ലോകത്തിൽ നാം കാണുന്നതെല്ലാം ബ്രഹ്മത്തിൽ ലയിച്ച് അതൊന്നായിത്തീരും. ദ വൺ, അതാണ്. അത് നിയോ പ്ലേറ്റോണിസത്തിലുമുണ്ട്. അപ്പോൾ അവിടെ ആരംഭിക്കുന്ന ആത്മാവ് അത് അതുല്യമായ വിലയുള്ളതാണ് എന്ന് യാതൊരു സംശയമില്ല. പക്ഷേ അങ്ങനെ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഏകത്വത്തിൽ നിന്ന് ആരംഭിക്കുന്ന ആത്മാവിൻ്റെ യാത്ര അത് ഒരു വ്യക്തിയുടെ അവസ്ഥയിലായിത്തീരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തം ആയിത്തീരുന്നു. ജനിക്കുക എന്ന് പറഞ്ഞാൽ വ്യത്യാസം സ്വീകരിക്കുക എന്നാണ് നിയോ പ്ലേറ്റോണിസം. ഇത് മനോഹരമായ ഒരു ചിന്തയാണ്. ടു കം ഇൻ ടു ബീയിങ് ഈസ് ടു ബി ഡിഫറെൻറ്റ്. നിങ്ങൾക്ക് ഒരു വ്യക്തിയായി ജീവിക്കണമോ, ജനിക്കണമോ, എന്തുണ്ടാകണം? നിങ്ങളുടെ ഉറവിടത്തിൽ നിന്ന് വ്യത്യസ്തമായെങ്കിൽ മാത്രമേ വ്യത്യസ്തതയുള്ള പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഉറവിടത്തിൻ്റെ ആവർത്തനമാണ് നിങ്ങളെങ്കിൽ എല്ലാവരും ഒന്നുപോലെ ഇരിക്കും. എല്ലാറ്റിൻ്റെയും ഉറവിടം ഒന്നാണ്. ഈ ലോകത്തിൽ ഇപ്പോൾ 8.5 ബില്യൺ, അതായത് 850 കോടി ആളുകളുണ്ട്. ഈ ഉറവിടമായ ദൈവം, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ പരമാത്മാവ്, മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലാഹ്, ഈ ഉറവിടം പോലെ തന്നെയാണ് ഓരോ വ്യക്തികളുമെങ്കിൽ ഈ 850 കോടി ആളുകളും ഒന്നുപോലെ ഇരിക്കും. പക്ഷെ അങ്ങനെ അല്ലല്ലോ. ഈ സൃഷ്ടിക്ക് ശേഷം ഉണ്ടാകുന്ന അവസ്ഥ വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും അവസ്ഥയാണ്. നമ്മുടെ ചുറ്റുപാട് നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതാണ് ഈ സൃഷ്ടിയുടെ സൗന്ദര്യം തന്നെ, അതിൻ്റെ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ്. എല്ലാ പൂക്കളും എല്ലാ ഇലകളും എല്ലാ കായ്കളും ഒന്നുപോലെയാണെങ്കിൽ നാം ബോറടിച്ച് ചത്തുപോകും. അത്രമാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഉറവിടം ഒന്നാണെങ്കിലും അത് യാഥാർത്ഥ്യമായി തീരുമ്പോൾ, ഓരോ സൃഷ്ടിയും അതിൻ്റെ അസ്തിത്വം പ്രാപിക്കുമ്പോൾ അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് വ്യത്യസ്തമായി തീരും എന്നത് അനിവാര്യമായ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു തത്വമാണെന്നാണ് നിയോ പ്ലേറ്റോണിസം ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടത്. അപ്പോൾ അങ്ങനെ ആ വ്യത്യാസം സംഭവിക്കുന്നത് ഉറവിടത്തിൽ നിന്ന് ദൂരം പ്രാപിക്കുന്നത് കൊണ്ടാണ്. അപ്പം ജനിച്ച ശേഷം, ഉളവായ ശേഷം ആ ദൂരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വളർച്ച ദൂരത്തിലേക്കാണ്. ഒരേ ഒരു ഉറവിടത്തിൽ നിന്ന് ആരംഭിക്കുന്നു, എല്ലാം ആരംഭിക്കുന്നു. ഓരോന്നും അതിൻ്റെതായ പ്രത്യേകതയിൽ ഒരു 850 കോടി വരകൾ നിങ്ങൾ വരച്ചാൽ അത് ദൂരേക്ക് പോവുകയാണ്. അപ്പൊ ഈ ദൂരേക്ക് പോകുന്നത് അതിൻ്റെ പേരാണ് വളർച്ച. ഈ വളർച്ച കൂടുന്തോറും ഈ ഓരോ പ്രതിഭാസവും ഈ ഉറവിടവുമായുള്ള വ്യത്യാസം കൂടിക്കൊണ്ടേയിരിക്കും. The difference between every individual and the one source will continue to increase. ഇതാണ് നിയോ പ്ലേറ്റോണിസത്തിൻ്റെ രണ്ടാമത്തെ വളരെ കൃത്യമായ വിശ്വാസ പ്രമാണം. അങ്ങനെ വന്ന് ആ ദൂരം വളരെ വർദ്ധിക്കുമ്പോൾ ഈ പ്രതിഭാസങ്ങൾ അതിൻ്റെ ഉറവിടങ്ങളെ പൂർണ്ണമായും മറന്നുപോകും. തങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്നവർക്ക് ഓർക്കാൻ സാധ്യമല്ല. അവരുടെ ഓർമ്മ നശിച്ചു പോകും. അത് വില്യം വേർഡ്സ്വർത്ത് ഇമ്മോർട്ടാലിറ്റി ഓഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുപ്രധാനമായ ഒരു പദ്യത്തിൽ പറയുന്നുണ്ട്. ആ ബർത്ത് ഈസ് എ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ആ ബർത്ത് ഈസ് എ ഫോർഗെറ്റിംഗ്. ഈ പദ്യം കോളേജിൽ പഠിപ്പിക്കുന്ന സാറന്മാരിൽ മുഖ്യ സാറന്മാർക്കും ടീച്ചേഴ്സിനും അത് നിയോ പ്ലേറ്റോണിസമാണ് എന്ന് അറിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതൊരു ലിറ്ററേച്ചർ ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നാം വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉറവിടം മറന്നു കഴിഞ്ഞാൽ ഒരു വലിയ നഷ്ടം സംഭവിക്കും. അതെന്താണ്? നാം ആരാണ് എന്ന് നമുക്കറിയാൻ വയ്യാതെ, പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യേകതയും നമ്മുടെ അതിരറ്റ വിലയും നമ്മുടെ ഉള്ളിലെ ആത്മാവ് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാതെ നാം കൂടുതലായി ശാരീരികമായ താല്പര്യങ്ങളിൽ മാത്രം, സെൻഷ്വൽ ഡിലൈറ്റ് എന്ന് പറയും ഇംഗ്ലീഷ്, സെൻഷ്വൽ സെൻസ് നാം ഈ ലോകത്തെ അറിയുന്നത് നമ്മുടെ സെൻസിൽ, പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെയാണ്. അപ്പോൾ കൂടുതലായി
അതിൽ ആശ്രയിച്ച് അതിൽ മുഴുകി. അതാണ് സുഖഭോഗങ്ങളിലായിത്തീരുന്നത്. അപ്പോൾ ആത്മീയമായി വളരണമെങ്കിൽ മനുഷ്യൻ ഭൗതികമായ സുഖഭോഗങ്ങളെ വർജിക്കണം എന്ന് പറയുന്നതിൻ്റെ മർമ്മം എവിടെയാണ്? പക്ഷേ വെറുതെ വർജിച്ചുകൊണ്ടിരുന്നാൽ ഒരു പ്രയോജനവുമില്ല. വർജിക്കുന്നതിൽ കൂടെ ആർജിച്ചാൽ മാത്രമേ അതിന് വിലയുള്ളൂ എന്ന് ഞാൻ ആദ്യം മുതലേ പറയാനുള്ള അതിൻ്റെ യുക്തി ഇതാണ് എന്ന് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തട്ടെ. Merely renouncing anything has absolutely no value. It must be renunciation for the sake of attaining a higher state. അത് നമ്മുടെ നോമ്പ് എന്ന് പറയുന്ന ആചരണത്തിൽ ഇല്ലാതെ പോകുന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണ്. അത് ഒന്ന് തിരുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സീരീസ്, ഈ പരമ്പര വിഭാവന ചെയ്തിട്ടുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. അവൻ്റെ ഉറവിടം വെച്ച് നോക്കുമ്പോൾ അവൻ ഈ സർവ്വലോകത്തെക്കാളും, ഓരോ വ്യക്തിയും സർവ്വലോകത്തെക്കാളും വിലയേറിയവനാണ്. പക്ഷെ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവൻ്റെ ബോധതലങ്ങളും വെച്ച് നോക്കുമ്പോൾ അവൻ വെറും ചപ്പും ചവറുമാണ്. ഈ കാര്യമാണ് പുരോഹിതന്മാർ എപ്പോഴും എടുത്തത്. യാക്കോബേ നീ പുഴുവാകുന്നു, അല്ലെങ്കിൽ ചാക്കോച്ച നീ പാപിയാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, നീ മരണത്തിലേക്കുള്ളതിൻ്റെ പോക്കാണ്, നീ ജീവിക്കുന്ന ശവമാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ വില ഇടിച്ച് നശിപ്പിച്ച് അവൻ്റെ ആത്മധൈര്യം ഇല്ലാതാക്കി പിന്നെ അവനെ ചൊൽപ്പടി നിർത്തി പിന്നെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ട. ഇത് കണ്ട് യേശു സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് പുരോഹിതവർഗത്തെ വളരെ നിശ്ചിതമായി വിമർശിക്കുകയും അവരെ വെള്ള തേച്ച ശവക്കല്ലറുകളെന്ന് മുദ്രയടിക്കുകയും ചെയ്തത് എന്നീ തരുണത്തിൽ ദയവായി ഓർക്കുക. ഈ പറയുന്നത് മുഴുവനും കള്ളമാണ്, അല്ലെങ്കിൽ അർത്ഥസത്യമാണ്. മനുഷ്യനെ പറ്റിയുള്ള യഥാർത്ഥ സത്യം എന്താണെന്ന് വേദോസ്തവത്തിനെ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം വിഭാവന ചെയ്ത ഈ സൃഷ്ടിക്ക് നമുക്ക് അളക്കാൻ വയ്യാത്ത വില കൽപ്പിച്ചിട്ടാണ് ദൈവം സ്വന്തം ശ്വാസം നൽകി നമ്മെ ഓരോരുത്തരെയും ജീവിക്കുന്ന വ്യക്തിത്വമുള്ളവരായി ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. ആ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം എന്ത് എന്ന് ഒന്ന് വെളിപ്പെടുത്തുന്നതിനാണ് യേശു ലോകത്തിൽ വന്നത്. അതുപോലെ ആയിത്തീരണം എന്നതാണ് ആത്മീയതയുടെ ലക്ഷ്യം. പക്ഷെ അങ്ങനെ ആയിത്തീരണമെങ്കിൽ ഭൗതികമായ ഒരു നേട്ടം കൊണ്ടും സാധ്യമല്ല. നമ്മുടെ ആന്തരികമായ, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മറഞ്ഞിരിക്കുന്ന നിധി കണ്ടുപിടിക്കുക. ആ നിധി മറ്റൊന്നുമല്ല, നമ്മുടെ ആത്മാവാണ്. ഇനി ഈ മറഞ്ഞിരിക്കുന്ന നിധി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അത് എങ്ങനെയാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ തന്നെ വഴി എന്ന് പറയുന്നത്. ഇതിൻ്റെ ആശയം 100% തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഞാൻ തന്നെ വഴി എന്ന് പറയും. എന്താണ് ഈ വഴി? യേശു വളരെ വ്യക്തമായി അതിന് മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 9-ാം വാക്യം, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. അതാണ് വഴി. ദൈവത്തോടൊന്നായിത്തീരുക എന്നതാണ് വഴി. അത് തന്നെയാണ് നിയോ പ്ലറ്റോണിസത്തിലും പറയുന്നത്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ മാഹാത്മ്യമോ അതിൻ്റെ വിലയോ തിരിച്ചറിയണമെങ്കിൽ, നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ആയിരിക്കുന്ന മറവിയുടെ അവസ്ഥയിൽ നിന്ന് ആത്മാവ് തൻ്റെ ഉറവിടത്തെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ വില എത്ര അപ്രമേയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഗുണഫലം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ പ്രകടിപ്പിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉറവിടവുമായി താതാത്മ്യം പ്രാപിക്കണം. ദി വൺ, THE, ONE. നാം അതിന് ദൈവം എന്ന വാക്ക്, യഹൂദന്മാർ യാഹ്വേ എന്ന് പറയുന്നു, യഹൂദന്മാരല്ലാത്ത നമ്മൾ ദൈവം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഈശ്വരൻ എന്ന് പറയുന്നു, മുസ്ലിങ്ങൾ അള്ളാ എന്ന് പറയുന്നു. എന്ത് വാക്ക് ഉപയോഗിച്ചു പ്രശ്നം. പക്ഷെ കാര്യം ഒന്നേ ഉള്ളൂ. ആ ഒരു ഉറവിടമേ ഉള്ളൂ. പല ഉറവിടങ്ങളില്ല, ഒറ്റ ഉറവിടമേ. ആ ഉറവിടം, ദാറ്റ് സോഴ്സ്, അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ നമ്മുടെ ശരീരം കൊണ്ട് സാധ്യമല്ല, നമ്മുടെ മനസ്സുകൊണ്ടും സാധ്യമല്ല, നമ്മുടെ ആത്മാവ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആത്മാവ് ദൈവവുമായി ഒന്നായിത്തീരുന്ന ദ സ്റ്റേറ്റ് ഓഫ് വൺനെസ്, ആ അവസ്ഥയിൽ മാത്രമേ ഒരു വ്യക്തിക്ക് അവൻ്റെയോ അവളുടെയോ വില എന്താണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ 1-2 ഉദാഹരണം കൂടെ പങ്കിട്ടുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു ശിമോൻ എന്ന് പറയുന്ന പരീശന്റെ വീട്ടിൽ അത്താഴം കഴിക്കാനായിട്ട് വരുമ്പോൾ അവിടെ സമൂഹം മുഴുവനും അന്ന് വരെ വെറുത്തിരുന്ന ഒരു സ്ത്രീ വന്ന്
യേശുവിനോടുള്ള സ്നേഹവും നന്ദിയും അവരുടേതായ വിധത്തിൽ പ്രകടിപ്പിക്കുന്നത് നാം കാണുകയാണ്. അത് കാണുമ്പോൾ പരീക്ഷ നീരസപ്പെടുന്നതായി അവിടെ കാണുന്നു. കാരണം ഒരിക്കലും ഇപ്രകാരം വന്ന് യേശുവിനോട് അവളുടെ ആദരവ് കാണിക്കാൻ അവൾക്ക് സമൂഹത്തിൻ്റെ കണ്ണിൽ നോക്കിയാൽ അവകാശമില്ല. അവൾ നശിച്ചവളാണ്, അധപ്പതിച്ചവളാണ്. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് അവളുടെ ആത്മാവ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് കൊണ്ട് അവളുടെ ആത്മാവ് അതിൻ്റെ ഉറവിടവുമായി യേശുവിൽ കൂടെ, യേശുവാകുന്ന വഴിയിൽ കൂടെ ബന്ധം സ്ഥാപിക്കാൻ ഇടയായതുകൊണ്ട് അവൾക്ക് അവളുടെ വില എന്തെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് കൊണ്ടാണ് സമൂഹം അവളെ അന്ധകാരത്തിൻ്റെ ആത്മാവെന്ന് മുദ്ര കുത്തിയിട്ടും അവൾക്ക് അവളുടെ സൃഷ്ടികർത്താവ് കൽപ്പിക്കുന്ന മാഹാത്മ്യമേറിയ അതിരില്ലാത്ത വില തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് സമൂഹത്തിൻ്റെ നിബന്ധനകളെയും ചങ്ങലകളെയും പൊട്ടിച്ച് ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം അത് പൊതുരംഗത്ത് പ്രയോഗിച്ച് അവൾ അവളുടെ ആത്മാവിൻ്റെ സംഗീതത്തെ പ്രവൃത്തിയിൽ കൂടെ അവതരിപ്പിക്കും. അപ്പോൾ ഈ ഒരു വലിയ ആത്മീകമായ ഒരു തിരിച്ചറിവ് ഇവിടെയുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ വില എന്താണ് എന്നതിനെ ആശ്രയിച്ചാണ്. നമുക്കറിയാം, ഭാരതത്തിൽ കാസ്റ്റ് സിസ്റ്റമൊക്കെ ഉണ്ടായിട്ട് ആർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നത്? സമൂഹം ആർക്ക് വില കൽപ്പിക്കാതിരുന്നുവോ അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. എല്ലാ സമൂഹത്തിലും എക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഏവരും മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് ഇനിയുള്ള കാലങ്ങളിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നിങ്ങളുടെ വില വർദ്ധിപ്പിക്കണം. മറ്റ് യാതൊരു മാർഗവുമില്ല. ഇത് എക്കാലത്തും ചരിത്രം വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്തിലുള്ള എല്ലാ നാളിതുവരെ കണ്ടിട്ടുള്ള എല്ലാ സംസ്കാരത്തിലും, എല്ലാ സാമൂഹികമായ വീക്ഷണത്തിലും വളരെ കൃത്യമായി പൊന്തു നിൽക്കുന്ന ഒരു ഈക്വേഷൻ എന്താണ്? നിനക്ക് വിലയുണ്ടോ, നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. നിനക്ക് വിലയില്ലയോ, നിനക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകത്തില്ല. ഉദാഹരണമായിട്ട് മിക്കവാറും എല്ലാ സംസ്കാരത്തിലും സ്ത്രീകളുടെ വില കുറച്ച് അവരെ ഒരു രണ്ടാമത്തെ ശ്രേണിയിൽ നിർത്താനുള്ള സംഘടിതമായ ശ്രമം നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോട് ആനുപാതികമായി മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകൂ. പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം ഏത് സമൂഹവും അനുവദിച്ചു കൊടുക്കും, കാരണം അവർക്ക് വിലയുണ്ട്. എന്നാൽ സ്ത്രീകളും പുരുഷന്മാരും തുല്യ വിലയുള്ളവരാണെന്ന് ഏതെങ്കിലും സമൂഹമോ സംസ്കാരമോ സമ്മതിച്ചാൽ ഇരു കൂട്ടർക്കും തുല്യമായ സ്വാതന്ത്ര്യത്തിന് അവകാശമുണ്ടെന്ന് സമ്മതിക്കും. ഇന്നും നമ്മുടെ സമൂഹം ആ സ്ഥിതിയിലെത്തിയിട്ടില്ല. കാരണം മനസ്സിലാക്കുക, സ്വാതന്ത്ര്യവും മൂല്യവും, ഒരു വ്യക്തിയുടെ വിലയും അവനോ അവളോ അർഹിക്കുന്ന സ്വാതന്ത്ര്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ പണക്കാരായ ആളുകൾ, രാഷ്ട്രീയമായ അധികാരമുള്ള ആളുകൾ എന്ത് അധർമ്മം പ്രവർത്തിച്ചാലും, എന്ത് ഇമ്മൊറാലിറ്റി കാണിച്ചാലും അവരോട് ചോദിക്കരുത്, അവരെ ശിക്ഷിക്കരുത് എന്ന് എഴുതാത്ത ഒരു നിയമമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ. ഇംഗ്ലണ്ടിൽ രാജവാഴ്ചയാണ് നടന്നിരുന്നതെങ്കിൽ പ്രിൻസ് ആൻഡ്രൂവിനെ ആരും തൊടത്തില്ലായിരുന്നു. രാജാവിൻ്റെ വില ഇല്ലാതെ പോയിട്ട് കൊണ്ട് മാത്രമാണ് ആൻഡ്രൂ. ഇപ്പം അമേരിക്കയിൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ നടന്ന? അമേരിക്കയിൽ എന്താണ് ആളുകളെ ആരും തൊടാത്തതെന്ന് വരെ? അവർക്കൊക്കെ വിലയുണ്ട്. അവരെ തൊട്ടാൽ ഇത് പൊളിക്കും. ഇത്രയുള്ള ഇന്നത്തെ കാര്യം. ഇത് മാത്രമാണ് ഇന്നത്തെ കാര്യം. കേരളത്തിൽ അടുത്ത് നടന്ന കേസുകളൊക്കെ നോക്കിയാൽ, ഇപ്പം ദിലീപ് ഉൾപ്പെട്ട കേസാണെങ്കിലും ഫ്രാങ്കോ ഉൾപ്പെട്ട കേസാണെങ്കിലും, അവരെ ശിക്ഷിക്കണമെങ്കിൽ അവർക്ക് ഇത്രമാത്രം സ്വാധീനമോ പണമോ വിലയോ ഇല്ലാതിരിക്കണം. അത്രമാത്രം വലിയ കോടികളുടെ കൂമ്പാരത്തിലിരിക്കുന്ന ആളുകളെ, സ്വാധീനമുള്ള ആളുകളെ ശിക്ഷിക്കാൻ ഇച്ചിരി പ്രയാസമാണ്, അതിന് പുളിക്കും. ഇത് നാം മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ നോയമ്പ് കാലത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കണം? ഓരോ വ്യക്തിയും, നിങ്ങൾ ഭിക്ഷ തെണ്ടി നടക്കുന്നവരാണെങ്കിലും, നിങ്ങൾ വയസ്സ് വന്ന ഒരു കാല് കുഴിയിലോട്ട് വീഴാൻ പോരുന്ന അവസ്ഥയിലാണെങ്കിലും,
നിരന്തരമായി നിങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം. കാരണം എല്ലാം അവിടെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ആത്മീയത അത് തന്നെയാണ്. മനുഷ്യൻ്റെ വില അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അംഗീകരിക്കുകയും ആ വില ആദരിക്കണമെന്നും ആ വില അറിഞ്ഞ് ആദരിക്കുന്ന വിധത്തിലൊരു ജീവിത സംവിധാനം ഉണ്ടാകണമെന്നുമുള്ള നിർബന്ധത്തിൻ്റെ പേരാണ് ആത്മീയത. അതെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ചില അന്ധവിശ്വാസങ്ങളും അർത്ഥശൂന്യമായ കോമാളിത്തരവും നിറച്ച് മതങ്ങൾ ഉണ്ടാക്കി വെച്ച് മനുഷ്യൻ വെറും ചപ്പും ചവറുമാണെന്ന് പറഞ്ഞ് പാപിയാണെന്നും ഗോപിയാണെന്നും കീവിയാണെന്നും പറഞ്ഞ് അവനെ കറക്കാനായി വച്ചിരിക്കുന്ന ഈ പൈശാചികമായ വ്യവസ്ഥിതിയില്ലേ, അത് കരിച്ചു കളയാതെ മനുഷ്യജാതിക്ക് സമാധാനവും ആത്മധൈര്യവും സംതൃപ്തിയും ഉണ്ടാകയില്ല, വിടുതലുണ്ടാകയില്ല. മനുഷ്യൻ്റെ വിടുതലിൻ്റെ ഏറ്റവും വലിയ ശത്രു മതമാണ് എന്ന് ആരെപ്പോൾ തിരിച്ചറിയുന്നു അവന് അവൾക്ക് ആ നിമിഷത്തിൽ വിടുതലുണ്ടാകും, സംശയമില്ല. അതുകൊണ്ട് 2026 ഈ നോമ്പ് വർജിക്കുന്നതിൻ്റെ നോമ്പല്ല, ആർജിക്കുന്നതിൻ്റെ നോമ്പായിരിക്കട്ടെ. നാം എന്താണ് ആർജിക്കേണ്ടത്? നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുള്ള അതുല്യമായ വില എന്ന ബോധ്യം ആർജിക്കുകയും ആ ബോധ്യത്തിൽ നമ്മുടെ പ്രത്യാശ 100% നിക്ഷേപിച്ചു അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളെയും ഒന്ന് പുനഃസംഘടിപ്പിക്കുകയും ചെയ്ത് ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി അന്ത്യശ്വാസം വരെയും ആത്മാഭിമാനത്തോടും ധൈര്യത്തോടും ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി സ്ത്രീകളായും ജീവിപ്പാൻ നമുക്കേവർക്കും നൽകപ്പെട്ടിരിക്കുന്ന അവകാശത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അറിഞ്ഞും ആസ്വദിച്ചും സംതൃപ്തിയോടെ സമാധാനത്തോടെ ആത്മധൈര്യത്തോടെ നമ്മുടെ നാൾ കഴിപ്പാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.